മദ്യനയം നേരത്തെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവാദി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏതെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ ആലോചിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പറയാം. അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇത് നയവുമായിട്ട് ബന്ധപ്പെടുന്നതാണിത്. നയം നേരത്തെ തീരുമാനിച്ചതാണ്. നേരത്തെ തീരുമാനിച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നേരത്തെ ഇത് അനുവദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കൂടുതൽ ഫീസ് അടച്ച് പ്രത്യേകം അനുവാദം വാങ്ങിക്കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി മദ്യം വിൽക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു പുതിയ നയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു നിലപാടെടുക്കേണ്ടതില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു നയം പൊതുവായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പിന് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ അധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാടെടുത്തോ എന്നുള്ളതാണ് ഇപ്പം പരിശോധിക്കേണ്ട പ്രശ്നമുണ്ട്. എൻ്റെ പേരുണ്ടല്ലേ ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എൻ്റെ അടിസ്ഥാനത്തിലല്ല. ബാർ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അതെല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച ആവശ്യങ്ങൾ ചില സമയത്ത് ഉണ്ടായേക്കാം. എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം അത് പ്രത്യേകമായിട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് എന്നുള്ള പറയും. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈനംദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. നേരത്തെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ചില സൗകര്യങ്ങൾ പ്രത്യേകമായി അനുവദിച്ചത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ LDFിലൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം വേണമെങ്കിൽ പറയാം. നവകേരള യാത്രയ്ക്ക് പച്ചയായ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ശില്പശാലയിൽ പറഞ്ഞതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് മനോരമ രാവിലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. നവകേരള പുതുയുഗ യാത്രയെ കുറിച്ച് സർവേ ശില്പശാലയെ കുറിച്ച് നവകേരള സർവേനെ കുറിച്ചിട്ട് നവകേരള സർവേയെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പറയുന്നത്. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, അത് എന്ത് എന്നുള്ളത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അത് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് അത്. അപ്പൊ അത് അതെ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണെങ്കിലും അതെന്താണെന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം പറയാം. കഴിഞ്ഞ ദിവസം കാന്തപുരം ഈ മോദിയുമായിട്ട് കൂടിക്കാഴ്ച ശേഷം കാന്തപുരം പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വളരെയധികം സുരക്ഷിത. അതൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും വിവാദങ്ങളും ഉള്ള പ്രശ്നങ്ങളാണിത്. അതിപ്പോൾ പെട്ടെന്ന് അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ ഞാൻ തയ്യാറില്ല. LDFിലും പാർട്ടിയിലും ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് ശരി. അത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റില്ല. ഏകപക്ഷീയമായി അല്ല, അത് ഞാൻ പറഞ്ഞ അത് കൂടുതൽ ചർച്ച ചെയ്തതിന് ശേഷം പറയാം. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ കാന്തപുരം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പം അത് മുസ്ലിം വിഭാഗത്തിനോടെല്ലാം മുസ്ലിം വിഭാഗങ്ങളും ക്രൈസ്തവരും ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളമല്ല, കേരളത്തിൽ ഇതൊന്നും ബാധകമല്ല. കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമായത്ര സംരക്ഷണമുണ്ട്. അതുപോലെയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും. ഭാഷയുടെ പേരിൽ, വസ്ത്രം, ഭക്ഷണം, ഇങ്ങനെയുള്ള ആചാരം, ഇതിൻ്റെ എല്ലാം പേരിൽ മനുഷ്യനെ വേർതിരിച്ച് നേരിടുന്ന സമീപനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് അത്തരം ഒരു അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ വിഭാഗം ആളുകളും ഇന്ത്യയിൽ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. പൗരത്വ നിയമം കൊണ്ടുവരുന്നതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്ന നീക്കം അത് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുക എന്ന സമീപനത്തിൻ്റെ ഭാഗമാണ്. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും മതാടിസ്ഥാനത്തിൽ
പൗരത്വം അനുവദിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൗരത്വത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ വേറെയാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഇന്ത്യക്കകത്ത് നിൽക്കുക, അതൊന്നും ഇല്ലാതായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കാന്തപുരം ഇപ്പോൾ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് കൂടുതലും ഞാൻ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ആവശ്യമായത്ര ചർച്ച നടത്തിയതിന് ശേഷം നമുക്ക് പറയാം. നമുക്കിതിനു വേണ്ടി കാണാം. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു പൊതു സമീപനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു വിശദീകരണം ഇനി അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. നയം ഞാൻ പറഞ്ഞല്ലോ, നയം രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. നയം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാം. നിങ്ങളെ അഭിപ്രായം പറഞ്ഞോ? ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനമോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടില്ല. പൊതുരാഷ്ട്രീയ നിലപാട്, ക്യാമ്പയിനൊക്കെയായി ബന്ധപ്പെട്ട പൊതുരാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 മേഖലാ ജാഥകൾ നടന്നത്. 3 മേഖലാ ജാഥകൾ മാത്രമല്ല, കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്ന ജാഥകൾ നടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോയിട്ടില്ല. ആ ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും പറയുന്നത് അതൊക്കെ എല്ലാ കാലത്തില്ലേന്ന്, വഴിയും പോവുകയൊക്കെ ചെയ്യുന്നത് എല്ലാ കാലത്തില്ലേ.